പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു മഹാത്ഭുതം സംഭവിക്കാൻ പോവാണ്. മഹാത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഇന്ത്യൻ ടീമും നിലവിലെ ബ്രസീലിയൻ ടീമും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ജി ഗ്ലോബോ പോലെയുള്ള മാധ്യമങ്ങളും ഒരുപാട് ബ്രസീലിയൻ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ജേർണലിസ്റ്റുകളായിട്ടുള്ള മെഹർ സോദിയെ പോലുള്ള ആളുകളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 3-നായിരിക്കും ബ്രസീലിയൻ ഫുട്ബോൾ ടീം ഇന്ത്യ സന്ദർശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഡേറ്റ് സ്കെഡ്യൂൾ ആയതിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം ആസിയാൻ ടൂർണമെന്റിന്റെ ഫൈനലുകളൊക്കെ ആ ഒരു സമയത്തേക്കാണ് സ്കെഡ്യൂൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയും ബ്രസീലും തമ്മിൽ എങ്ങനെ കളി വരും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പം ബ്രസീലിനെ പോലെ ഒരു ടീം ബംഗാളിലേക്ക് കളിക്കാൻ വരികയാണെങ്കിൽ അവരെ നേരിടാൻ മാത്രം കേപ്പബിൾ ആയിട്ടുള്ള ഇന്ത്യൻ സംഘം ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. ഇപ്പം നേരത്തെ ഇന്ത്യയിൽ ബ്രസീലിയൻ ടീം കളിക്കും എന്നായിരുന്നു റിപ്പോർട്ട്. പക്ഷെ ഇപ്പൊ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ടീമിനെതിരെ ബ്രസീലിയൻ നാഷണൽ ടീം കൊൽക്കത്തയിൽ വെച്ച് പന്ത് തട്ടും എന്നാണ് കേൾക്കുന്നത്. റിപ്പോർട്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് എത്രമാത്രം വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ അറിഞ്ഞ കാര്യം ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അല്ല അതിനകത്ത് കൂടുതലൊന്നും